ഗോവയിലെത്തിയാൽ എവിടെ നോക്കിയാലും ഒരുപാട് താലി സ്പോട്സ് കാണാം. ഹോംലി ആയിട്ട് താലി കൊടുക്കുന്ന സ്ഥലങ്ങളും കാണാം കേട്ടോ. നോർത്ത് ഗോവയിലെ കാൻഡോളുമിലൂടെ പോകുമ്പോഴാട്ടോ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് ഒരു താലിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു പ്രോൺസ് താലി. അതിൽ 4 പീസ് പ്രോൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടായിരുന്നു. ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു റോസ്റ്റ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരു ഉണക്കച്ചെമ്മീൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും ഒരു തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ആ ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. തേങ്ങ അരച്ച നല്ല ഒത്തൻറ്റിക് ഗോവൻ ഫിഷ് കറി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന ആ പ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റവ പ്രോൺസ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഗോവയിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്നത് ഈ റവ ഫ്രൈ തന്നെയാണ്. പിന്നെ പ്രോൺസ് ആണെങ്കിലും നല്ല ഫ്രഷ് ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ പീസും ആയിരുന്നു കേട്ടോ. ഈ ഒരു താലിക്ക് നമുക്ക് ആയിട്ടുണ്ടായിരുന്നത് വെറും 350 രൂപയാണ്. ഇത്രയും പ്രോൺസും അതുപോലെ തന്നെ ഇത്രയും കറികളും കൂടി അതൊരു വെർത്തായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി കറികളാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ആ മുട്ട റോസ്റ്റ് ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിന്. അതിനുശേഷം 150 റുപ്പീസിൻ്റെ താലി എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാക്രൽ താലി ആയിരുന്നു. ഒരുപാട് സൈഡ് ഡിഷസ് ഒന്നും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഗോവയിൽ വരുമ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഓഫ് താലീസ് ട്രൈ ചെയ്യണം കേട്ടോ.